أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يستوي الأعمى والبصير ولا الظلمات ولا النور ولا الظل ولا الحرور وما يستوي الأحياء ولا الأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور إن أنت إلا نذير إنا أرسلناك بالحق بشيرا ونذيرا وإن من أمة إلا خلا فيها نذير. ഈ പരിപാടിയിൽ സ്വാഗത ഭാഷണം നടത്തുന്നതിന് വേണ്ടി ഷാഹിദിനെ ആദരവും സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും. വിശ്വാസ ശാക്തീകരണം ഖുർആൻ പഠനത്തിലൂടെ എന്ന വിഷയത്തിൽ ഇന്നിവിടെ നടത്താൻ ആഗ്രഹിക്കുന്ന തർബിയയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമുക്കെല്ലാവർക്കും ഇവിടെ ഒത്തുകൂടാൻ സാധിച്ചു. അൽഹംദുലില്ലാ. മഹാനായ പ്രവാചകൻ നമ്മോട് പറഞ്ഞു, രണ്ട് വിഭാഗം ആളുകളോടാണ് നമുക്ക് അസൂയ തോന്നാൻ സാധ്യതയുള്ളത്. അതിലൊരു വിഭാഗം രാത്രിയും പകലും ഖുർആൻ പാരായണത്തിൽ അവൻ്റെ സമയം ചെലവഴിക്കുന്നവരാണ്. മറ്റൊരു വിഭാഗം അള്ളാഹു അവന് നൽകിയ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാത്രിയും പകലും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അപ്പോൾ ഖുർആൻ പഠനം എന്ന് പറയുന്നത് ഒരു അസൂയാവഹമായ കാര്യമാണ്. നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഖുർആൻ പഠനത്തിലൂടെ നമ്മുടെ വിശ്വാസം രൂഢമൂലമാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഖുർആനിനെ തെളിഞ്ഞു നിൽക്കണം എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തർബിയ നടത്താൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ISM ജില്ലാ സെക്രട്ടറി ഹുസൈൻ സലാഹി, ആശംസകൾ അർപ്പിക്കാനെത്തിയിരിക്കുന്ന ISM ജില്ലാ പ്രസിഡന്റ് ഫിറോസ് കൊച്ചി, നമ്മുടെ ഈ പ്രഭാഷണം അവതരിപ്പിക്കാൻ ഇന്നിവിടെ എത്തുന്ന പ്രമുഖ ഖുർആൻ പണ്ഡിതനായ ഡോക്ടർ ജമാലുദ്ദീൻ ഫാരൂഖി, KJUവിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം. നന്ദി പറയാൻ ഇവിടെ എത്തിയിരിക്കുന്ന സൽമാൻ, ഇവരെല്ലാവരെയും സന്തോഷപൂർവ്വം ഈ തർബിയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നാട്ടിലെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെയും, എല്ലാ സഹോദരന്മാരെയും സഹോദരികളെയും സന്തോഷപൂർവ്വം ഈ തർബിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഈ മഹത്തായ തർബിയ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ ISMൻ്റെ ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ സലാഹിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദൽ ഖുർആന
യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ കബീർ സുല്ലമി സ്വാഗത ഭാഷണം നിർവഹിച്ച ഷാഹിദ്, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യ സുഹൃത്ത് ഫിറോസ് കൊച്ചി, മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് ജമാലുദ്ദീൻ ഫാറൂഖി, എൻ്റെ മുന്നിലിരിക്കുന്ന സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു സായാഹ്നത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സ്വാഗത ഭാഷണം നടത്തിയ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ വിശ്വാസ ശാക്തീകരണം ഖുർആനിലൂടെ എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ പാരത്രിക മോക്ഷം അത് നാം ഉൾക്കൊള്ളുന്ന വിശ്വാസത്തെ അനുസരിച്ചും നാം പ്രതിനിധാനം ചെയ്യുന്ന ആദർശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസം ഏതു തരത്തിലുള്ളതായിരിക്കണം എന്ന് അവൻ കൃത്യമായി പഠിക്കേണ്ടത് യാതൊരു വിധത്തിലുള്ള ന്യൂനതകളുമില്ലാത്ത, യാതൊരു വിധത്തിലുള്ള കൈകടത്തലുകൾക്കും വിധേയമാകാത്ത അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിൽ നിന്നുമാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ താൻ സ്വീകരിക്കേണ്ട വിശ്വാസം ഏതു തരത്തിലുള്ളതാണ് എന്നുള്ളത് സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ആ രൂപത്തിൽ അന്യൂനമായ ഒരു വിശ്വാസ ദർശനമാണ് മുഴുവൻ മാനവരാശിയുടെയും മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വിശ്വാസപരമായി വളരെ അധപ്പതിച്ച, ധാർമ്മിക ജീർണതകൾ വളരെയധികം മൂടിയ ഒരു സമൂഹത്തെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭിമുഖീകരിക്കാറുണ്ടായിരുന്നത്. ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അവർ സ്വീകരിച്ചു വന്നിരുന്ന ആരാധനാ രീതികളും പ്രാർത്ഥനാ സമ്പ്രദായങ്ങളും എത്രമാത്രം വികലമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ആ സമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മധുരപലഹാരങ്ങളെ കൊണ്ട് ആരാധ്യന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി അതിന്റെ മുന്നിൽ ഇരുന്ന് ആരാധിക്കുകയും കുറെ കഴിഞ്ഞ് വിശക്കുന്ന സന്ദർഭത്തിൽ ആ മധുരപലഹാരം, അതായത് അത്രയും നേരം അവർ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളെ തന്നെ മുറിച്ചു തിന്നാൻ യാതൊരു വിധത്തിലുള്ള മടിയും കാണിക്കാതിരുന്ന, വിശ്വാസപരമായി വളരെയധികം മതപ്പതിച്ച ഒരു സമൂഹത്തെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭിമുഖീകരിക്കാറുണ്ടായിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ ജീർണതകൾ ബാധിച്ച, ധാർമ്മികമായി അങ്ങേയറ്റം തരം താണ സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിവർത്തിപ്പിച്ചതും അവരെ സംസ്കരിച്ചതും പരിശുദ്ധ ഖുർആനിലൂടെയായിരുന്നു എന്ന് അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നതായി കാണാൻ സാധിക്കുന്നു. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, അൽ മാഹിറു ഫിൽ ഖുർആനി മഅൽ കിറാമി സുഫറത്തിൽ ബററ. പരിശുദ്ധ ഖുർആനിൽ നല്ല സാമർഥ്യം നേടിയ ഒരു വ്യക്തി, നൈപുണ്യം നേടിയ ഒരു വ്യക്തി നാളെ പരലോകത്ത് വെച്ച് മാന്യന്മാരും അതുപോലെ തന്നെ ഉന്നതന്മാരുമായ ദൂതന്മാരോടൊപ്പമായിരിക്കും നാളെ പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ അവരുടെ സ്ഥാനമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുകയും തപ്പിത്തടഞ്ഞുകൊണ്ട് പ്രയാസം അനുഭവിച്ചിട്ടാണെങ്കിലും ശരി ഖുർആൻ പാരായണം ചെയ്യുവാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് 2 പ്രതിഫലം ഉണ്ടായിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിങ്കൽ നിന്നുള്ള ദൃഢമായ പാശമാണ്. നിങ്ങൾക്ക് മുറുകെ പിടിക്കുവാനുള്ള, നിങ്ങൾ വഴിപിഴച്ചു പോകാതിരിക്കുവാനുള്ള, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കാതിരിക്കാനുള്ള ഒരു പിടിവള്ളിയാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിങ്കൽ നിന്നുള്ള ബലവത്തായ ഒരു പാശമാണ് പരിശുദ്ധ ഖുർആൻ. അത് അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വ്യക്തമായ പ്രകാശമാണ്. അത് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അതിന് ഒരിക്കലും പഴക്കം സംഭവിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഖുർആനുമായി കൊണ്ട് വളരെയധികം അടുത്ത ബന്ധം വെച്ച് പുലർത്തുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായി തീരണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ഖുർആനുമായി വളരെ അടുത്ത ബന്ധം വെച്ച് പുലർത്തുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ആ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾ ഒരു ഹർഫ് പാരായണം ചെയ്യുകയാണ് എങ്കിൽ, ഒരക്ഷരം പാരായണം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ പടച്ച റബ്ബ് 10 പ്രതിഫലമായിരിക്കും രേഖപ്പെടുത്തുക. അല്ലാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചു, അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഒരക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അലിഫ് ഒരക്ഷരം, ലാമ് വേറൊരക്ഷരം, മീം മറ്റൊരക്ഷരം, അങ്ങനെ 3 അക്ഷരമാണ്. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ നിന്നും അലിഫ് ലാം മീം എന്ന് നമ്മൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ പേരിൽ അല്ലാഹു രേഖപ്പെടുത്തുക 30 പ്രതിഫലമായിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖുർആനിന്റെ ഒരു ഹർഫ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പേരിൽ അത് 10 പ്രതിഫലമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പ്രതിഫലത്തിന്റെ മഹത്വവും ഇതിന്റെ ഗൗരവമൊന്നും തന്നെ നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് ഇറങ്ങിച്ചെല്ലാത്തത് എന്നാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അത്രയും പ്രതിഫലം